ജനുവരി 4 വിശുദ്ധ എലിസബത്ത് ആൻസെറ്റ്. വിശുദ്ധ എലിസബത്ത് പാരമ്പര്യ നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒന്നാണ്. സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യ സേവനത്തിൻ്റെയും ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണമായ ഭക്തിയുടെയും ഒരു കഥ കൂടിയാണ് അവളുടെ ജീവിതം. ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ച അവർ അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ വിശുദ്ധയാണ്. എലിസബത്ത് ആൻ ബെയ്ലി 1774 ഒരു ഉയർന്ന എപ്പിസ്കോപ്പൽ കുടുംബത്തിലാണ് ജനിച്ചത്. അവളുടെ ആദ്യത്തെ നഷ്ടം 3-ാം വയസ്സിൽ അവളുടെ അമ്മ മരിച്ചു എന്നതാണ്. അവൾ നന്നായി വായിക്കുകയും അവൾ ബൈബിൾ നന്നായി അറിയുകയും ചെയ്തു. 19-ാം വയസ്സിൽ എലിസബത്ത് സമ്പന്നനായ വ്യവസായി വില്യം മാഗീസെറ്റിനെ വിവാഹം കഴിച്ചു. അവർക്ക് 5 കുട്ടികളുണ്ട്. വില്യമിൻ്റെ പിതാവിൻ്റെ നഷ്ടത്തെ തുടർന്ന് കുടുംബ ബിസിനസ് ബുദ്ധിമുട്ടുകയും പാപ്പരത്വത്തിലേക്ക് വീഴുകയും ചെയ്തപ്പോൾ അവളും കുട്ടികളും അവളുടെ പിതാവിനൊപ്പം താമസിക്കാൻ പോയി. ക്ഷയരോഗം ബാധിച്ച് സുഖം പ്രാപിച്ച ഇറ്റലിയിലെ വില്യമിനൊപ്പം ചേരാൻ എലിസബത്ത് അവരുടെ ശേഷിച്ച സ്വത്തുകൾ വിറ്റു. 1803 അദ്ദേഹം രോഗത്തിന് കീഴടങ്ങി. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ നഷ്ടത്തിനും ദുഃഖത്തിനുമിടയിൽ എലിസബത്ത് കത്തോലിക്ക സഭയെ പരിചിതമായി. പ്രത്യേകിച്ച് കുർബാനയിലൂടെ ആകർഷിക്കുകയും ദൈവഹിതത്തിന് കീഴടങ്ങുകയും ചെയ്തു. അവൾ പരിശുദ്ധ മാതാവിനോട് അടുക്കുകയും പരിശുദ്ധ കന്യക യഥാർത്ഥത്തിൽ അവളുടെ അമ്മയാണെന്ന ആശയത്തിൽ വലിയ ആശ്വാസം അനുഭവിക്കുകയും ചെയ്തു. 1805 അവൾ കത്തോലിക്ക മതം സ്വീകരിച്ചു. അമേരിക്കയിൽ തിരിച്ചെത്തിയ എലിസബത്ത് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. സെൻറ് ജോസഫ് അക്കാദമിയും ഫ്രീ സ്കൂളും ഉൾപ്പെടെ കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായി സമർപ്പിച്ചിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിലെ പെൺകുട്ടികൾക്കുള്ള ആദ്യത്തെ സൗജന്യ ഇടവക വിദ്യാലയം സ്കൂളിൽ എലിസബത്തിൻ്റെ നേതൃത്വം യുണൈറ്റഡ് സ്റ്റേറ്റ് പാരോഷിൽ സ്കൂൾ സമ്പ്രദായത്തിന് അടിത്തറയിട്ടു. മേരിലാൻഡിൽ എലിസബത്ത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് ജോസഫിൻ്റെ സഹസ്ഥാപകയായി. 1809 തൻ്റെ നേർച്ചകൾ ഏറ്റുപറഞ്ഞ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ സ്ഥാപിതമായ മതസ്ത്രീകൾക്കായുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി ഇപ്പോൾ മദർ സൈറ്റൺ തുടർന്നു. 1811 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ നിയമങ്ങൾ അംഗീകരിച്ചു. ഫ്രാൻസിൽ സെയിൻറ്റ് വിൻസെൻ്റ് പോളും ലൂയിസ് ഡി മെറിലാക്കും ചേർന്ന് സ്ഥാപിച്ച സഭ. ഈ സമയത്ത് എലിസബത്തിന് 2 പെൺമക്കളെ അസുഖം മൂലം നഷ്ടപ്പെട്ടു. 2 അനാഥാലയങ്ങളും 2ാമത്തെ സ്കൂളും സ്ഥാപിച്ച് സഹോദരിമാരുടെ വളർച്ചയ്ക്ക് വഴികാട്ടി. 1821 46-ാം വയസ്സിൽ ദൈവം മദർ സൈറ്റനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. വിശുദ്ധ എലിസബത്ത് ആൻ സൈറ്റൺ കത്തോലിക്ക സ്കൂളുകൾ, അധ്യാപകർ, മാതാപിതാക്കളുടെ നഷ്ടം, വിധവകൾ, അനാഥർ, വിശ്വാസത്തിൻ്റെ പേരിൽ നിരസിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ആളുകൾ എന്നിവരുടെ രക്ഷാധികാരിയാണ്.